ഓക്കെ, ഞാനിന്ന് കാൽക്കുലസിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കാൽക്കുലസിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളല്ല ചെയ്യുന്നത്, മോഡ്യൂൾ 3 മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മെയ് 2019 ലാസ്റ്റ് നടന്ന ഒരു എക്സാമിലെ ക്വസ്റ്റ്യനാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. സപ്ലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. 2019 മെയ് 2019 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് കാൽക്കുലസിനകത്ത് മോഡ്യൂൾ 3 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, പാർട്ട് എയും പാർട്ട് ബിയും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാൻ ഇന്ന് എടുത്ത് ചെയ്യുന്നതിന് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിനകത്ത് മോഡ്യൂൾ 3 തീർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഫോമുലാസ് ഇങ്ങനെ എഴുതി വെക്കാൻ പറഞ്ഞാണ് പഠിപ്പിച്ചത്. അപ്പോൾ ആ ഫോമുല അങ്ങനെ കളക്ട് ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് along the path x is equal to cos 2t, x is equal to 2 cos t, y equal to 2 sin t and z equal to t at t is equal to pi by 2. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ വായിക്കാം, ഓരോന്നായിട്ട് വായിക്കാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്? നമ്മളെല്ലാം ഫോമിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ, മോഡ്യൂൾ 3 ഫസ്റ്റ് വീഡിയോയിൽ വെലോസിറ്റി, ആക്സലറേഷൻ, സ്പീഡ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് ട്രാവലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലസ് ഓഫ് വി ഓഫ് ടി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് dr/dt. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, സ്പീഡിൻ്റെ ഫോമുല എഴുതി വെക്കണം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്നെ നമുക്ക് സ്പീഡിൻ്റെ ഫോമുല എഴുതണം. സ്പീഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ഓഫ് ടി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോമുല എങ്ങനെ എഴുതും, മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. നമ്മൾ ഫോമുല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോമുല അനുസരിച്ചാണ് ഇത് എഴുതിയത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആർ ഓഫ് ടി വേണം. ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2 cos t, y ഈക്വൽ ടു 2 sin t, z ഈക്വൽ ടു t എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 cos t i പ്ലസ് 2 sin t j പ്ലസ് ടി കെ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു 2 cos t i പ്ലസ് 2 sin t j പ്ലസ് ടി കെ. അടുത്തിന് നോക്കിക്കേ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. ദറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു, അടുത്ത് ആർ ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്യുവാണേ. ആർ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാണ്, മൈനസ് സൈൻ ടി ഐ പ്ലസ് 2 ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് ടി ഇൻറ്റു ജെ പ്ലസ് ടിയുടെ ഡെറിവേറ്റീവ് എന്താ, ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ് ഇൻറ്റു കെ. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി നമ്മൾ ഫൈൻഡ് ചെയ്തു. നമുക്കിവിടെ എന്തിൽ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ മൂവിങ് അലോങ് ദ പാത്ത് എന്ന് പറഞ്ഞിട്ട് അറ്റ് ദ പോയിന്റ് ടി ഈക്വൽ ടു പൈ ബൈ 2 തന്നിട്ടുണ്ട്. സോ ഞാൻ ഈ ആർ ഡാഷ് ഓഫ് ടീനെ പൈ ബൈ 2 കൊടുക്കണം. ആർ ഡാഷ് ഓഫ് ടി അറ്റ് ടി ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ഇസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ പൈ ബൈ 2 ഐ പ്ലസ് 2 കോസ് പൈ ബൈ 2 ജെ പ്ലസ് കെ എന്ന് എഴുതി. ഓക്കെ, കോസ് പൈ ബൈ 2 എന്തുവാണ്, കോസ് പൈ ബൈ 2 0 ആണ്. കാരണം കോസ് എപ്പോഴും പൈ ബൈ 2 എന്നുള്ള ടേമിൽ വന്നാൽ നമ്മൾ തന്നെ 0 എന്നേ എടുക്കത്തുള്ളൂ. ഇത് 0 ആയി പോവും. സൈൻ പൈ ബൈ 2 എന്തുവാണ്, 1 ആണ്. സോ എൻ്റെ ആൻസർ എന്താ പറയണേ, മൈനസ് 2i പ്ലസ് കെ എന്ന് വന്നു. ഓക്കെ, ആർ ഡാഷ് ഓഫ് ടി ഇതിൻ്റെ മോഡുലസ് അല്ലേ ഫോമിലേക്കകത്ത് വേണ്ടേ. സോ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വെക്ടറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഐയുടെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് ജെയുടെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് കെയുടെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ. ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് -2 ആണ്. -2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. കെയുടെ കോയിഫിഷ്യൻ്റ് 1 ആണ്. അയാളുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ റൂട്ട് ഓഫ് 4 + 1 എന്ന് പറഞ്ഞാൽ എന്താ, √5 ആണ്. therefore speed is equal to √5. ഇത്രയേ ഉള്ളൂ. നമ്മുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിൽ എങ്ങനെയായിരിക്കും 3 മാർക്ക് വരണേ, ഫോമിലേക്കായിരിക്കും 1 മാർക്ക് വരണേ. ആർ ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്തിട്ട് അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനായിരിക്കും 1 മാർക്ക്. അടുത്ത മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ, അതാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കും ഇവിടുത്തെ 3 മാർക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എത്രാമത്തെ ക്വസ്റ്റ്യൻ. എപ്പോഴും തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡ്യൂൾ 3-ലായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ തന്നിട്ടുണ്ട്. വൈ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കണേ, ഫൈൻഡ് വൈ ഓഫ് ടി ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതും ഞാൻ വീഡിയോയിൽ പറഞ്ഞു തന്നെ നമ്മൾ ഫോമിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡെറിവേറ്റീവ് തന്നിട്ട് തിരിച്ച് നമ്മളെടുത്ത് ആർ ഓഫ് ടി ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു, ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആദ്യം ഡെറിവേറ്റീവിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു, ആർ ഓഫ് ടി തന്നിട്ട് തിരിച്ച് നമ്മളെടുത്ത് എന്ത് ചെയ്യാൻ പറയുകയാണെങ്കിൽ തിരിച്ച് ആർ ഡാഷ് തന്നിട്ട് തിരിച്ച് ആർ ഓഫ് ടി ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ ഇവിടെ വൈ ഡാഷ് തന്നിട്ടുണ്ട്. വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് ഓഫ് ടി ഒരു വെക്ടറാണ്. അപ്പോൾ തിരിച്ച് വൈ ഓഫ് ടി ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഡെറിവേറ്റീവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൈ ഡാഷ് ഓഫ് ടി ഡി ടി. That is equal to
ഇൻ്റഗ്രൽ വൈ ഡാഷിൻ്റെ സ്ഥാനത്ത് കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യട്ടെ. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ ടി, ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഐ എഴുതി. സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് കോസ് ടി ആണ്. സോ മൈനസ് കോസ് ടി ജെ. ഓക്കെ, അപ്പോൾ വൈ ഓഫ് ടി ഇൻ്റഗ്രേറ്റ് ചെയ്തു. പ്ലസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു കോൺസ്റ്റന്റ് ഇടും. ആ കോൺസ്റ്റന്റ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, പ്ലസ് സി എന്ന് പറഞ്ഞിട്ട്. വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടായിരുന്നു? വൈ ഓഫ് 0 is equal to I minus j എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൊടുക്കുവാണ്. ഗിവൺ y of 0 is equal to I minus j. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം y of t ആണ് നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഈ ഫംഗ്ഷൻ. ഈ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായി മാറും? സൈൻ 0i മൈനസ് കോസ് 0j പ്ലസ് സി ഈസ് ഈക്വൽ ടു ഐ മൈനസ് ജെ. സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സൈൻ 0 0 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്തുവാ? 1 ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോൾ ഇവിടെ എന്ത് മാത്രം വരും? മൈനസ് ജെ പ്ലസ് സി ഈസ് ഈക്വൽ ടു ഐ മൈനസ് ജെ, ഓർ സി ഈസ് ഈക്വൽ ടു ഐ മൈനസ് ജെ. ഈ മൈനസ് ജെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്താവും? പ്ലസ് ജെ എന്നാവും. സോ മൈനസ് ജെയും പ്ലസ് ജെയും പോകുമ്പോൾ സി ഈസ് ഈക്വൽ ടു എന്ന് കിട്ടി. നമുക്ക് സി ഈസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടി. Therefore, y of t is equal to sin ti മൈനസ് കോസ് ടി ജെ പ്ലസ് ഐ എന്ന് വന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാം? ഐയുടെ കോയിഫിഷ്യൻ്റ് ഒന്നിച്ചെടുത്തിട്ട് സൈൻ ടി പ്ലസ് 1 ഇൻറ്റു ഐ മൈനസ് കോസ് ടി ജെ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ആൻസർ എടുത്ത് വെക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാർക്ക് കിട്ടുന്നത് വൈ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് വൈ ഓഫ് ടി എന്ന് പറഞ്ഞ് ഫോമിൽ എഴുതിയില്ലേ, അവിടെ നമുക്ക് 1 മാർക്ക് കിട്ടും. ഈ ആൻസറിന് 1 മാർക്ക് കിട്ടും. ലാസ്റ്റ് സി ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞിട്ട് ഈ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതത്തില്ലേ, ഇവിടെ 1 മാർക്ക്. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ അവിടെ വെച്ചിട്ടായിരിക്കും 1 മാർക്ക് കിട്ടുന്നത്. ഇനി ചിലപ്പം ആൻസർ കീയിൽ ഫോമിലേക്ക് മാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടുന്ന് 1 മാർക്ക്, സി ഈക്വൽ ടു ഐ എന്ന് എഴുതുന്നതിന് 1 മാർക്ക്, ലാസ്റ്റ് ആൻസർ എടുത്ത് ഇതുപോലെ എഴുതുന്നതിനായിരിക്കും 1 മാർക്ക്. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ സി ഈക്വൽ ടു ഐ എന്ന് കിട്ടുമ്പോൾ തന്നെ കുട്ടിക്ക് ഫുൾ മാർക്ക് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇത് നിങ്ങളുടെ ബി പാർട്ടായിരുന്നു. ഇനി അടുത്ത് നമ്മുടെ പാർട്ട് ബിക്കകത്തുള്ള ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാവോ? പാർട്ട് ബിക്കകത്തുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് യൂണിറ്റ് ടാൻജന്റ് ആൻഡ് യൂണിറ്റ് നോർമൽ എൻ ഓഫ് ടി ടു ദ കർവ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി വൈ ഈക്വൽ ടു എ സൈൻ ടി ഇസഡ് ഇസ് ഈക്വൽ ടു സി ടി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് ഫോമുല പറഞ്ഞു തന്നപ്പോൾ ഈ ആദ്യത്തെ വീഡിയോയിലുള്ള ഈ ഫോമിലേക്കകത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ രണ്ടാമത് ഞാൻ പഠിപ്പിച്ചത് ഈ ഫോമിൽ സെറ്റ് ഓഫ് ഫോമുലായിരുന്നു. യൂണിറ്റ് ടാൻജന്റ്, യൂണിറ്റ് നോർമൽ, ബൈനോർമൽ, കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2 സെക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ക്വസ്റ്റ്യൻ എപ്പോഴും ഉറപ്പാണ്. അപ്പോൾ ഇവിടുന്ന് യൂണിറ്റ് ടാൻജന്റ് ചോദിച്ചിരിക്കുന്നത്, കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ അത് പറയാൻ പറ്റില്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 സെക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾ ചോയ്സ് എടുക്കുകയും ചെയ്യരുത്. ഈ 2 സെക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉറപ്പായിട്ട് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ യൂണിറ്റ് ടാൻജന്റ് ടി ഓഫ് ടിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. യൂണിറ്റ് നോർമലിൻ്റെ ഫോമുല എന്തുവാണ്? എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി. നമുക്കൊന്ന് ചെയ്ത് നോക്കാമോ പ്രോബ്ലം? ഓക്കെ, ആ ക്വസ്റ്റിനകത്ത് എന്തുവാ നിങ്ങളുടെ ആർ ഓഫ് ടി തന്നിട്ടില്ല. ആർ ഓഫ് ടി എന്ന് പറഞ്ഞ് വെക്ടർ തന്നിട്ടില്ല, എക്സ് വൈ ഇസഡ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ ആർ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി വൈ ഈക്വൽ ടു എ സൈൻ ടി ഇസഡ് ഇസ് ഈക്വൽ ടു സി ടി. സോ എ കോസ് ടി ഐ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എ സൈൻ ടി. സോ എ സൈൻ ടി ജെ പ്ലസ് സി ടി കെ. ആർ എന്ന് പറയുന്ന സംഭവം നമ്മൾ എഴുതി. ആർ ഇസ് ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് സി ടി കെ എന്ന് പറഞ്ഞ് എഴുതി. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കിക്കേ. ടി ഓഫ് ടിയും എൻ ഓഫ് ടിയും. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഫോമുല എഴുതുവാണ്. ഓക്കെ, അപ്പോൾ ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് ടി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഫോമുല എന്തായിരുന്നു? ആർ ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇനി ഇവിടെ പോയിന്റ് വല്ലതും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. പോയിന്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് പോയിന്റ് പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല. ഫൈൻഡ് യൂണിറ്റ് ടാൻജന്റ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. ടി ഈസ് ഈക്വൽ ടു 0 എന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് ടിയിൽ തന്നെയാണ് ആൻസർ നിർത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആർ ഡാഷ് ഓഫ് ടി ഒന്ന് ഫൈൻഡ് ചെയ്യാം. കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്തുവാണ്? മൈനസ് സൈൻ ടി ആണ്. അപ്പോൾ എ ഇൻറ്റു മൈനസ് സൈൻ ടി ഐ പ്ലസ് എ ഇൻറ്റു സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് കോസ് ടി ജെ പ്ലസ് സി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കെ. അപ്പോൾ നമ്മൾ ആർ ഡാഷ് ഓഫ് ടി എഴുതി. ഇനി എന്താ നമുക്ക് വേണ്ട ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്? മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി വേണം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ. ഓക്കെ, ഐയുടെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ മൈനസ് എ സൈൻ ടി ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ പറയണേ? മൈനസ് എ സ്ക്വയർ എന്ന് വരും. അതുപോലെ കോസ്റ്റീൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ ടി ആണ്. അപ്പോൾ അതിൻ്റെ ജെയുടെ കോയിഫിഷ്യൻ എന്ന് പറയുന്നത് എ കോസ്റ്റി ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എ സ്ക്വയർ
കോസ് സ്ക്വയർ ടി എന്ന് വന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ആദ്യം ചെയ്ത് എന്താണ്, ഐയുടെ കോയിഫിഷ്യൻറ്റ് -a sin t സ്ക്വയർ ചെയ്തു. അപ്പോൾ അത് പ്ലസ് a സ്ക്വയർ -a ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് a സ്ക്വയർ sin സ്ക്വയർ ടി പ്ലസ് ജെയുടെ കോയിഫിഷ്യൻറ്റ് a കോസ് ടി ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ കോസ് സ്ക്വയർ ടി എന്ന് വന്നു. പ്ലസ് സി സ്ക്വയർ എന്ന് പറയുമ്പോൾ സി സ്ക്വയർ എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കുക, നമുക്കിനി അടുത്ത് മോഡുലസ് ഓഫ് r' ഓഫ് ടി ഫൈൻഡ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് എന്താ, ഐയുടെ കോയിഫിഷ്യൻറ്റ് -a sin t സ്ക്വയർ ചെയ്തു, a സ്ക്വയർ sin സ്ക്വയർ ടി എന്ന് എഴുതി. ജെയുടെ കോയിഫിഷ്യൻറ്റ് a കോസ് ടി സ്ക്വയർ ചെയ്ത് a സ്ക്വയർ കോസ് സ്ക്വയർ ടി എന്ന് എഴുതി. പ്ലസ് കെയുടെ കോയിഫിഷ്യൻറ്റ് c ആണ്, അതിനെ സ്ക്വയർ ചെയ്തു, അവിടെ c സ്ക്വയർ എന്ന് എഴുതി. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് a സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് sin സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് വരും അല്ലേ, പ്ലസ് സി സ്ക്വയർ. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്താണ്, 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഓക്കെ, ദെയർഫോർ ടി ഓഫ് ടി ഈസ് ഈക്വൽ ടു -a sin ti പ്ലസ് a കോസ് ടി ജെ പ്ലസ് സി കെ ദ ഹോൾ ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. നമുക്കിനി അടുത്ത് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, യൂണിറ്റ് നോർമൽ ഇവിടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്ന് പറയുമ്പോഴേക്കും ഫോമുല എന്തുവാണ്, യൂണിറ്റ് നോർമൽ വെക്റ്റർ n ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി. സപ്പോസ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വെച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തതിന് കാരണം ക്വസ്റ്റ്യനിൽ പോയിന്റ്സ് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ടി ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ് നമുക്ക് ടി ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്യണം. നോക്കിയിട്ട് ഇവിടെ ഒരു 1/√ ഓഫ് a സ്ക്വയർ പ്ലസ് a സ്ക്വയർ എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ട്. സോ അയാളെ ഞാൻ അങ്ങ് പുറത്ത് നിർത്തി, അകത്ത് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യണത്. -a sin ടീൻ്റെ ഡെറിവേറ്റീവ് -a ഇൻറ്റു സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ടി ഐ. അടുത്ത് നോക്കിക്കേ, a കോൺസ്റ്റൻ്റ് ആണ്, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. സോ -a sin t j എന്ന് വന്നു. പ്ലസ് സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിപ്പോയി, 0 ആയിപ്പോയി. ഇതാണ് നിങ്ങളുടെ ടി ഡാഷ് ഓഫ് ടി. മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോഴേക്കും ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐയുടെ കോയിഫിഷ്യൻറ്റ് -a കോസ് ടി ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ കോസ് സ്ക്വയർ ടി ബൈ a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, -a sin ടി ആണ് ജെയുടെ കോയിഫിഷ്യൻറ്റ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഉണ്ട്. അപ്പോൾ അയാളുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് ആവും, a സ്ക്വയർ സൈൻ സ്ക്വയർ ടി ബൈ a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നായി. റൂട്ട് പോയി, എന്താ റൂട്ട് ചെയ്താത്തത്, സ്ക്വയർ വരുമ്പോൾ അത് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നാവും. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളത് a സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, ബ്രാക്കറ്റിനകത്ത് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി. കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്തുവാണ്, 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു a ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നാണ് നമുക്ക് ആൻസർ വന്നത്. ഓക്കെ, ഇതാണ് എന്തുവാ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഇട്ടപ്പോഴേക്കും ഇവിടെ സി വന്നു പോയതാണ്, എ ആയിരുന്നു വരാനുണ്ടായിരുന്നത്. സി വന്നു പോയതുകൊണ്ടാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെ ആയത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ മാക്സിമം ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ടി ഓഫ് ടി എന്ന് പറയുന്ന ഈ ഫോമിലേക്ക് 1 മാർക്കായിരിക്കും, എൻ ഓഫ് ടിയുടെ ഈ ഫോമിലേക്ക് 1 മാർക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് 2 മാർക്ക്. r' ഓഫ് ടി ഫൈൻഡ് ചെയ്തു, r' ഓഫ് ടി ഫൈൻഡ് ചെയ്യുന്നതിന് 1 മാർക്ക്. ഓക്കെ, മോഡുലസ് ഓഫ് r' ഓഫ് ടിക്ക് അല്ല, ടി ഓഫ് ടിയുടെ ആൻസർ കിട്ടുമ്പോഴേക്കും നമുക്ക് അവിടെ 1 മാർക്ക്. അടുത്ത് ടി ഡാഷ് ഓഫ് ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴേക്കും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്ത് ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുമ്പോൾ 1 മാർക്ക്. ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, എന്തായാലും യൂണിറ്റ് ടാൻജൻ്റെ ഫോമിലേക്കും r' ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 1 മാർക്ക് ഉണ്ട്. പിന്നെ ആ ആൻസറിന് 1 മാർക്ക്, എൻ ഓഫ് ടിൻ്റെ ഫോമിലേക്ക് 1 മാർക്ക്, ആ ലാസ്റ്റ് ആൻസറിന് 1 മാർക്ക്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ ഞാൻ എടുത്ത് എഴുതിയിട്ടില്ലായിരുന്നു. ദെയർഫോർ എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഓക്കെ -a കോസ് ടി ഐ -a sin ടി ജെ ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ the whole by ഇപ്പോൾ കിട്ടിയ ആൻസർ a ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് സി സ്ക്വയറും a സ്ക്വയർ പ്ലസ് സി സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി രണ്ടിടത്തും. ഈ a എന്ന് പറയുന്നത് മുകളിലത്തെ ഒരു a കോമൺ ആയിട്ട് എടുക്കുമ്പോൾ അതും ക്യാൻസൽ ആയി പോകും. സോ ലാസ്റ്റ് ആൻസർ എന്തേ വരുന്നുള്ളൂ, ദിസ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ആൻസർ മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ എന്നാണ് എൻ ഓഫ് ടിയുടെ ആൻസർ വരുന്നത്. കാരണം മോഡുലസ് ഓഫ് ടി ഡാഷ് കൊണ്ട് പോയി ഡിവൈഡ് ചെയ്യണ്ടേ, ഡിവൈഡ് ചെയ്യുമ്പം ഈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മുകളിലുണ്ടായിരുന്ന റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ക്യാൻസൽ ആയി പോയി. എന്ന് ഇവിടെ ഒരാൾ ബാക്കി ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്നു, ന്യൂമറേറ്ററിൽ രണ്ടിടത്ത് a കോമൺ ആണ്, അത് പുറത്തേക്ക് എടുക്കുമ്പോൾ അതും ക്യാൻസൽ ആയി പോകും, ബാക്കിയുള്ള ടേം മാത്രമേ ആൻസർ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനാണ് നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത്, 1 മാർക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ,
Find velocity position vector of a particle if acceleration vector a of t is equal to sin t I plus cos t j plus e raised to t k, where v of 0 is equal to k and r of 0 is equal to minus I plus k. ഇത് നമ്മൾ ചെയ്ത പ്രോബ്ലം ആണല്ലേ. അപ്പോൾ ഞാൻ അന്ന് ആദ്യത്തെ ദിവസം വെലോസിറ്റി ആക്സിലറേഷൻ ഒക്കെ പഠിപ്പിച്ച വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്സിലറേഷൻ തന്നിട്ട് പൊസിഷൻ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ വന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ആ ടോപ്പിക്കിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഇസ് ഈക്വൽ ടു വെലോസിറ്റി നമുക്ക് തന്നേക്കുന്ന ആൾ ആദ്യം എടുത്ത് എഴുതാം. ആക്സിലറേഷൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആക്സിലറേഷൻ എ ഓഫ് ടി ഇസ് ഈക്വൽ ടു സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് ഇ റേസ് ടു ടി കെ. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത് നോക്കിക്കേ. ഫൈൻഡ് വെലോസിറ്റി ആൻഡ് പൊസിഷൻ വെക്ടർ. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആക്സിലറേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. വെലോസിറ്റി v of t is equal to integral a of t dt, that is equal to integral sin t I plus cos t j plus e raised to t k into dt. ഇൻറ്റഗ്രേറ്റ് ചെയ്യട്ടെ. സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്, സൈൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ടി ഐ. കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്തുവാണ്, സൈൻ ടി ജെ. ഇ റേസ് ടു ടിയുടെ ഇൻറ്റഗ്രൽ എന്തുവാണ്, ഇ റേസ് ടു ടി തന്നെയാണ്, കെ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് സിയും വന്നു. ഇനി വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കിയേ, തന്നിട്ടുണ്ട്. വി ഓഫ് 0 ഈസ് ഈക്വൽ ടു കെ എന്ന് തന്നിട്ടുണ്ട്. സോ ഗിവൺ വി ഓഫ് 0 ഈസ് ഈക്വൽ ടു കെ. അപ്പോൾ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുകളിലത്തെ ആൾ എടുത്ത് ചെയ്തിട്ടെ, അതെങ്ങനെ വരും, മൈനസ് കോസ് 0 ഐ പ്ലസ് സൈൻ 0 ജെ പ്ലസ് ഇ റേസ് ടു 0 കെ ഇസ് ഈക്വൽ ടു കെ എന്ന് കിട്ടി. കോസ് 0 എന്തുവാണ്, 1 ആണ്, സൈൻ 0 0 ആണ്, ഇ റേസ് ടു 0 1 ആണ്. സോ ഇതെങ്ങനെയായി, മൈനസ് ഐ പ്ലസ് കെ ഇസ് ഈക്വൽ ടു, പ്ലസ് സി ഉണ്ട്, പ്ലസ് സി ഇസ് ഈക്വൽ ടു കെ എന്ന് എഴുതി. ദാറ്റ് ഈസ് സി ഇസ് ഈക്വൽ ടു കെ ഓൾറെഡി ഇപ്പുറത്തെ സൈഡ് ഉണ്ട്. ഈ കെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് കെ പ്ലസ് ഐ എന്ന് വരുന്നുണ്ട്. അപ്പോൾ കെയും മൈനസ് കെയും പോയിട്ട് സിയുടെ വാല്യൂ എന്താ കിട്ടിയത്, സി ഇസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കൊണ്ട് വെലോസിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ഇ റേസ് ടു ടി കെ പ്ലസ് സിയുടെ സ്ഥാനത്ത് ഐ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ടി, ഈ ഐയുടെ കോയിഫിഷ്യനും കൂടെ വരുമ്പോൾ പ്ലസ് 1 ഇൻറ്റു ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ഇ റേസ് ടു ടി കെ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വെലോസിറ്റി മാത്രമല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. ഫൈൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് നിർത്തായിരുന്നു. ക്വസ്റ്റ്യനിൽ ഫൈൻ പൊസിഷൻ വെക്ടർ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ആർ ഓഫ് ടി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ആർ ഓഫ് ടി ഫൈൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രൽ വി ഓഫ് ടി ഡി ടി, that is equal to integral v of t യുടെ സ്ഥാനത്ത് മൈനസ് കോസ് ടി പ്ലസ് 1 ഇൻറ്റു ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ഇ റേസ് ടു ടി കെ. എന്തിനാ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു ഡി ടിക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്തുവാണ്, സൈൻ ആണ്. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടായതുകൊണ്ടാണ് ഈ മൈനസ് സൈൻ ടി എന്ന് എഴുതിയത്. 1ൻ്റെ ഇൻറ്റഗ്രൽ എന്തുവാണ്, ടി. സോ മൈനസ് സൈൻ ടി പ്ലസ് ടി ഇൻറ്റു ഐ എന്ന് വന്നു. സൈനിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് ടി ജെ, ഇ റേസ് ടു ടിയുടെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു ടി തന്നെ, കെ പ്ലസ് കോൺസ്റ്റൻറ്റ് സി എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ആർ ഓഫ് ടി കിട്ടി. ഇനി നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഗിവൺ ആർ ഓഫ് 0 ഇസ് ഈക്വൽ ടു എന്തെന്നാ തന്നിരിക്കുന്നത്, ആർ ഓഫ് 0 ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് കെ. അപ്പോൾ മൈനസ് ഐ പ്ലസ് കെ എന്ന് എഴുതി. നമുക്ക് ഇതിനൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ആർ ഓഫ് ടിയുടെ സ്ഥാനത്ത് ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ വരും, മൈനസ് സൈൻ 0 പ്ലസ് 0 ഇൻറ്റു ഐ മൈനസ് കോസ് 0 ഇൻറ്റു ജെ പ്ലസ് ഇ റേസ് ടു 0 ഇൻറ്റു കെ പ്ലസ് സി ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് കെ. സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്, ഇ റേസ് ടു 0 1 ആണ്. സോ ഇത് മൈനസ് ജെ പ്ലസ് കെ പ്ലസ് സി ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് കെ എന്ന് വന്നു. ഓർ സി ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് കെ അവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടുത്തെ മൈനസ് ജെ പ്ലസ് കെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പ്ലസ് ജെ ആവും, മൈനസ് ജെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ജെ ആവും, കെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് കെ ആവും. സോ കെയും മൈനസ് കെയും ക്യാൻസലായി പോയി. ബാക്കി എന്താ ഉള്ളത്, സിയുടെ സ്ഥാനത്ത് മൈനസ് ഐ പ്ലസ് ജെ എന്ന് ആൻസർ കിട്ടി. ദെയർഫോർ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി മൈനസ് സൈൻ ടി. എനിക്ക് ഈ സൈൻ ടി മൈനസ് ടി എഴുതിയും എടുത്തു, അതുകൊണ്ട് ആദ്യം മൈനസ് എന്നതിനേക്കാൾ രണ്ടാം എഴുതിയാൽ പോരെ, ഇൻറ്റു ഐ മൈനസ് കോസ് ടി ജെ പ്ലസ് ഇ റേസ് ടു ടി കെ, സിയുടെ സ്ഥാനത്ത് മൈനസ് ഐ പ്ലസ് ജെ എന്ന് എഴുതി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഐയുടെ കോഎഫിഷ്യൻസ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇത് ടി മൈനസ് സൈൻ ടി മൈനസ് 1 ഇൻറ്റു ഐ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻറ്റ് 1ഉം ഇവിടെ മൈനസ് കോസ് ടി ഉണ്ട്. സോ 1 മൈനസ് കോസ് ടി ഇൻറ്റു ജെ
പ്ലസ് ഇ റൈസ് ടു ടി കെ. ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടറായിട്ട് കിട്ടിയത്. ഓക്കെ, ഇത് 5 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഈ ഇൻ്റഗ്രേഷൻ ഫോമിലേക്ക് നമുക്ക് 1 മാർക്ക് കിട്ടും. അതിൻ്റെ ആൻസർ സി ഈസ് ഈക്വൽ ടു ഐ എന്ന് ഇക്വേറ്റ് ചെയ്ത് ഫൈൻഡ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് 1 മാർക്ക് കിട്ടും. ആർ ഓഫ് ടീൻ്റെ ഈ ഫോമിലേക്ക് 1 മാർക്ക് കിട്ടും. അതിൽ നിന്ന് ആൻസർ സി ഈസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് ജെ എന്ന് എഴുതുമ്പോൾ 1 മാർക്ക് കിട്ടും. ലാസ്റ്റ് ആൻസർ എടുത്ത് എഴുതുമ്പോൾ 1 മാർക്ക് കിട്ടും. ഇങ്ങനെയായിരിക്കും നമുക്ക് ഇവിടുത്തെ 5 മാർക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിലറേഷൻ തന്നിട്ട് അതേപോലെ വേണമെങ്കിൽ വൈ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫൈൻഡ് വൈ ഓഫ് ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ചാലും നമ്മൾ എന്താ 2 പ്രാവശ്യം ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ വന്നിരിക്കുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ കർവ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് സർഫസസ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് 3x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 അറ്റ് ദ പോയിന്റ് 1, 1, 2. അപ്പോൾ അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്ന ഫോമുലയാണ്. എന്താണ്? ടാൻജന്റ് ലൈൻ, ടാൻജന്റ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിരുന്ന 4 ഫോമുലയിൽ ഞാൻ പറഞ്ഞു ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. ഈ 4 ഫോമുലയും പഠിക്കണം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കുട്ടികൾ ഒരിക്കലും അറ്റൻഡ് ചെയ്യാതെ വിടുന്നത് ഈ ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കുമാണ്. കാരണം ടാൻജന്റ് ലൈൻ ഓഫ് ദ ഇന്റർസെക്ഷൻ ഓഫ് സർഫസ്, 2 സർഫസ് വന്നിട്ടുണ്ട്, എഫ് എന്ന് ജി എന്ന് എടുക്കും. അതിൻ്റെ ഇന്റർസെക്ഷനിൽ ഉണ്ടാകുന്ന ടാൻജന്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? ഡെൽ എഫ് ക്രോസ് ഡെൽ ജി ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് അതിനെ ലീസ്റ്റ് ഫോമിലാക്കുക. എന്നിട്ട് എക്സും വൈയും ഇസഡ് എന്ന് പറഞ്ഞിട്ട് പാരാമെട്രിക് ഫോം എഴുതി ഇവിടെ ഇപ്പോൾ ഫൈൻഡ് ദ ഇക്വേഷൻ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് എത്തിയാൽ മതി, ഡെൽ എഫ് എത്തിയാൽ മാത്രം മതി. ഓക്കെ, ഇന്റർസെക്ഷൻ ഓഫ് ദ കർവ് എന്നുള്ള ഫോമിൽ ചോദിച്ചെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ വീഡിയോയുടെ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ എൻ്റെ ലാസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ ടു ദ കർവ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ പാരബോളൈഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എലിപ്സോയിഡ് 3x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0 അറ്റ് ദ പോയിന്റ് 1, 1, 2. ഓക്കെ, 2 കർവ് തന്നിട്ടുണ്ട്, 2 സർഫസ് തന്നിട്ടുണ്ട്. ഒന്ന് പാരബോളൈഡ് ഒന്ന് എലിപ്സോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഏതെങ്കിലും 2 സർഫസ് ഇവിടെ തന്നിട്ട്, അത് 2 ഇക്വേഷൻ IJK ഇല്ലാതെ തന്നിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷനിലുള്ള ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് അത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുവാണ്? ടാൻജന്റ് ലൈൻ ടു ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ സർഫസ് എന്ന് ഞാൻ പറഞ്ഞത് ഡെൽ എഫ് ക്രോസ് ഡെൽ ജി ഫൈൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡെൽ എഫ് ക്രോസ് ഡെൽ ജി ആണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് പാരാമെട്രിക് ഇക്വേഷൻ എടുത്തത്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഫോമുല ഉണ്ടായിരുന്നു. ഞാൻ ഫോമുല പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയി. ഇപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും 2 സർഫസ്, IJK ഇല്ലാത്ത 2 സർഫസ് തന്നിട്ട് അവയുടെ ഇൻ്റർസെക്ഷനിലുള്ള ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഫോമുല ഡെൽ എഫ് ക്രോസ് ഡെൽ ജി. അപ്പോൾ ആദ്യം എന്ത് ഫൈൻഡ് ചെയ്യണം? ഡെൽ എഫ് ക്രോസ് ഡെൽ ജി ഫൈൻഡ് ചെയ്യണ്ടേ? അതിന് എനിക്ക് എഫ് ജിയും വേണ്ടേ? ആദ്യം തന്നിരിക്കുന്ന സർഫസിന് ഞാൻ എഫ് എന്ന് എഴുതുവാണ്. എഫ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് എന്ന് എഴുതി. ആൻഡ് ജി ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 9 എന്ന് എഴുതി. ഇതിന് എഫ് എന്നും ജി എന്നും എടുത്തു ഞാൻ. ഓക്കെ, എഫ് എന്ന് ജി എന്നും എടുത്തു. അടുത്ത് ഡെൽ എഫ് ഫൈൻഡ് ചെയ്യാണ്. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ്. ആ എഫിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഡിഫറൻഷ്യേറ്റ് ചെയ്തിക്കോട്ടെ. ദറ്റ് ഈസ് ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, പ്ലസ് ജെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. ബാക്കിയുള്ള ടേമൊക്കെ 0 ആവുകയാണ്. പ്ലസ് കെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ 0, വൈ സ്ക്വയർ 0, മൈനസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് -1. അടുത്ത് നോക്കിക്കോളേ. ഡെൽ എഫ് അറ്റ് ദ പോയിൻറ്റ് 1, 1, 2 ഇസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പം ഇത് 2i, വൈയുടെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പം ഇയാൾ 2j മൈനസ് കെ എന്ന് വന്നു. ഓക്കെ, അതേപോലെ നമുക്ക് ഡെൽ ജി ഫൈൻഡ് ചെയ്യണ്ടേ? ഡെൽ ജി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ് പ്ലസ് കെ ജെ ഇൻറ്റു ഡോ ജി ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ജി ബൈ ഡോ ഇസഡ്. That is equal to I into dou g by dou x. Then with respect to x differentiate ചെയ്യുമ്പോൾ x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ 3 into 2 എന്തായി? 6xi പ്ലസ് j into dou g by dou y എന്ന് പറഞ്ഞാൽ x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ആണ്. 2 into 2 എന്ന് പറഞ്ഞാൽ 4y പ്ലസ് k into dou g by dou z എന്ന് പറഞ്ഞാൽ z സ്ക്വയർ ആണ്. z സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2z ആണ്. ഓക്കെ, അപ്പോൾ ഡെൽ ജി അറ്റ് ദ പോയിൻറ്റ് 1, 1, 2 is equal to 6i പ്ലസ് 4j. ഇസഡിൻ്റെ സ്ഥാനത്ത് എന്ത് വേണം? 2 വേണം. അപ്പോൾ 2 into 2 4k പ്ലസ് 4k
ഓക്കെ. അപ്പോൾ 6i + 4j + 4k എന്ന് വന്നു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ടാൻജന്റ് ലൈൻ ടു ദ ഇന്റർസെക്ഷൻ ഓഫ് ദിസ് ടു സർഫസ്. അപ്പോൾ ദ കർവ് ഓഫ് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് എന്തിങ്ങനെ ഫൈൻഡ് ചെയ്യാം നമുക്ക്? therefore the tangent line at the point of intersection of f and g, f of x, y, z and g of x, y, z എന്നാണ് എഴുതുന്നതിൻ്റെ മീനിങ്, ഇസ് ഈക്വൽ ടു del f ക്രോസ് del g. del f എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറാണ്, del g എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറാണ്. സോ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് വരിക? ഡിറ്റർമിനൻറ്റ് i j k, del fൻ്റെ ഐയുടെ കോഎഫിഷ്യൻറ്റ് 2, ജെയുടെ കോഎഫിഷ്യൻറ്റ് 2, കെയുടെ കോഎഫിഷ്യൻറ്റ് -1. അതുപോലെ ഡെൽ ജിയുടെ ഐയുടെ കോഎഫിഷ്യൻറ്റ് 6, ജെയുടെ കോഎഫിഷ്യൻറ്റ് 4, കെയുടെ കോഎഫിഷ്യൻറ്റ് 4 ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു സോൾവ് ചെയ്യണേ 8 + 4 - j ഇൻറ്റു അത് വരുന്ന റോയിങ് കോളം പോയിട്ട് 2 × 4 8 + 6 + k ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയിങ് കോളം പോയിട്ട് ബാക്കി 2 × 4 എത്രയാണ്? 8 - 12 ദറ്റ് ഈസ് ഈക്വൽ ടു 12i - 14j - 4k. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മളെപ്പോഴും ഈ കിട്ടുന്ന del f ക്രോസ് del gനെ ലീസ്റ്റ് ഫോമിൽ എഴുതാം. അതിൻ്റെ കോമൺ ഫാക്ടർ 1 വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ കോമൺ ഫാക്ടർ നമുക്ക് ഇവിടുന്ന് 2 കോമൺ ഫാക്ടർ എടുക്കാം. അപ്പോൾ അങ്ങനെ കോമൺ ഫാക്ടർ എടുക്കാൻ പറ്റുമെങ്കിൽ കോമൺ ഫാക്ടർ എടുത്ത് എഴുതിയിട്ട് വേണം ഇതിനെ നിർത്താൻ. അപ്പോൾ ഇതെങ്ങനെയാവും? 2 കോമൺ ആയിട്ട് എടുത്താൽ 6i - 7j - 2k. അതിന് 2 ഫ്രണ്ടിൽ ഇടയൊന്നും വേണ്ട, അത് ലീസ്റ്റ് ഫോമിലാക്കി നിർത്തണം. del f ക്രോസ് del g ലീസ്റ്റ് ഫോമിലാക്കി നിർത്തണം. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനിൽ ഇനി ബാക്കി ഒരു പാർട്ട് കൂടെയാണ്. ഫൈൻ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞില്ലേ, അത് ഈ കിട്ടിയ ടാൻജന്റ് വെക്ടറിന് x = y = z = എന്ന് എഴുതിയാൽ പോരാ. പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് ലൈൻ എഴുതാൻ ഒരു ഫോർമുലയുണ്ട്. പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ ഈസ് x is equal to x0 plus least term of I into t. ഐയുടെ ലീസ്റ്റ് ടേം ഇൻറ്റു ടി. അതായത് x0 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 1 ലീസ്റ്റ് ടേം. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കോമൺ ഫാക്ടർ 1 ആക്കാൻ പറഞ്ഞത്. അപ്പോൾ ലീസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? 6 ഇൻറ്റു ടി. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താ? y0 പ്ലസ് ലീസ്റ്റ് ടേം ഓഫ് j ഇൻറ്റു ടി ആയിരിക്കും. അപ്പോൾ y0 എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യനിൽ 1, ജെയുടെ ലീസ്റ്റ് ടേം കോഎഫിഷ്യൻറ്റ് എന്തുവാ? -7 ഇൻറ്റു ടി. ആൻഡ് z ഇസ് ഈക്വൽ ടു z0 പ്ലസ് z0 എന്ന് പറയുമ്പോൾ ഇവിടെ 2 -2 ഇൻറ്റു ടി. ഓക്കെ, ഇതാണ് എന്ത്? നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇത് നമ്മൾ എത്ര നല്ല ഫോമുല ഒരു ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടാൻജന്റ് എന്നുള്ള വേർഡ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. 2 ഫോമുല ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെക്ടർ ഇല്ലാണ്ട് സർഫസ് ആണ് കിടക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ fx fy ഒക്കെ ഫൈൻഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് ചെയ്യാനൊരു കാര്യം കൂടെ ബാക്കിയുണ്ട്. ഞാൻ ബാക്കി എല്ലാ ഫോമുലയും കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഫോമുലയുടെ പ്രോബ്ലം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അവിടെ ഞാൻ എന്താ പ്രത്യേകത പറഞ്ഞത്? നിങ്ങളടുത്ത് തിരിച്ചറിയാൻ എന്താ വഴി പറഞ്ഞു തന്നെ? വെക്ടർ തന്നിട്ട് ടാൻജന്റ് പ്ലെയിൻ എന്നായിരിക്കും, അല്ലെങ്കിൽ ടാൻജന്റ് ലൈൻ എന്നായിരിക്കും അവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കണം. ഇതുവരെ നമുക്കൊരു വെക്ടർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞുതരാൻ പോകുന്നത്, ആ ഫോമുല. ഓക്കെ.